വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള നൊവേന. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ഈ നൊവേന നമുക്ക് പ്രാർത്ഥിക്കാം. മാലാഖ വൃന്ദത്തിൻ്റെ മുഖ്യന ദൈവദൂത, ഭക്തരെ കാത്തിടുവാൻ മധ്യസ്ഥമേകണമേ. സ്വർലോക സൈന്യാധിപ തിരുസഭതൻ പരിപാലകനെ, ദുഷ്ടാരൂപിയിൽ നിന്നും മക്കളെ കാത്തിടണേ. സന്ദേശവാഹകനെ മിഖായേൽ മാലാഖയെ, നിത്യവും ഞങ്ങളെ നീ കാക്കുമാറാകണമേ. പ്രാരംഭ പ്രാർത്ഥന. മഹത്വമാർന്ന സ്വർഗസിംഹാസനത്തിൽ വാഴുന്ന രാജാതിരാജനും സർവശക്തനും പരമകാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പരമസൈന്യങ്ങളുടെ ധീരസേനാധിപനായ വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് സംരക്ഷകനായി തന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സാത്താനുമായുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കുവാൻ മാലാഖമാരോട് അങ്ങേ കൽപ്പിച്ചിട്ടുള്ളതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങേ മാലാഖ എപ്പോഴും ഞങ്ങളുടെ അരികിലുണ്ടായിരിക്കുവാനും ഞങ്ങളെ നിരന്തരം സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ഇടവരുത്തണമേ. പരിശുദ്ധ കന്യകാമറിയത്തെ മനുഷ്യാവതാര രഹസ്യം അറിയിക്കുവാൻ മാലാഖയെ അയച്ച ദൈവമേ, ജീവിതയാത്രയിലും പ്രതിസന്ധികളിലും അങ്ങേ മാലാഖമാരുടെയും പ്രത്യേകം ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ബൈബിൾ വായന. ദാനിയേൽ 10-ാം അധ്യായം 7 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അതേ കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവർ ഓടിയൊളിച്ചു. അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു. എൻ്റെ ശക്തി ചോർന്നുപോയി, എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി, എൻ്റെ ശക്തിയേറ്റു. അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു. അവൻ്റെ സ്വരം ശ്രവിച്ച ഞാൻ പ്രജ്ഞയേറ്റ് നിലംപതിച്ചു. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറലോടെ ആണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നെ നിൻ്റെ അടുക്കലേക്ക് അയച്ചിരിക്കുകയാണ്. അവനിത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അവൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതനാളെ എതിരിടാൻ വിട്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിൻ്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് എന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു. മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു.
അപ്പോൾ ഞാൻ വാതുറന്ന് സംസാരിച്ചു. എൻ്റെ അടുത്ത് നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു, പ്രഭു, ദർശന നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു. എൻ്റെ ശക്തി ക്ഷയിച്ചു. എങ്ങനെ ഈ ദാസൻ അങ്ങയോടെ സംസാരിക്കാനാകും? ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല. മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ചു ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ചു. ഞാൻ പറഞ്ഞു, പ്രഭു, സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഞാനിപ്പോൾ പേർഷ്യയുടെ കാവൽ ദൂതനെതിരെ യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ അവന് രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ വരും. സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം. നിൻ്റെ കാവൽ ദൂതനായ മിഖായേൽ ഒഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല. മധ്യസ്ഥ പ്രാർത്ഥന. മുഖ്യദൂതനും സർവ്വസൈന്യാധിപനും മഹാപ്രഭുവുമായ വിശുദ്ധ മിഖായേലേ, പൈശാചിക ശക്തികളോടുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. പിശാചിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാ ആത്മാക്കളെയും ദൈവ തിരുസന്നിധിയിലേക്ക് നയിക്കുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് എല്ലാ ദുഷ്ടാരൂപികളെയും ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിലാക്കുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗീയ സൈന്യങ്ങളുടെ തലവനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ദൈവ തിരുസന്നിധിയിൽ അങ്ങേ മാധ്യസ്ഥം വഹിക്കണമേ. പ്രത്യേകമായി ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇവിടെ ആവശ്യം പറയുക. നിത്യപിതാവിൽ നിന്ന് ലഭിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സംരക്ഷകനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ സ്വർഗവാസികളായ സകല വിശുദ്ധന്മാരോടും ദൂതന്മാരോടും ചേർന്ന് അനന്തനന്മ സ്വരൂപിയായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗവാസികളായ നവവൃന്ദം മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് ദൈവസന്ദേശം നൽകി കാത്തു പരിപാലിക്കുന്ന വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവസിംഹാസനത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവദൂതഗണത്തിൻ്റെ തലവനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അന്ധകാര ശക്തികളോടുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവസന്നിധിയിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരുവാൻ ശക്തനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവനീതിയുടെ അളവുകോൽ വഹിക്കുന്നവനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് ആത്മബലവും സംരക്ഷണവും നൽകുവാൻ ശക്തനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ ശക്തനാക്കുന്ന വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ എത്തിക്കുന്നവനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണത്തിൽ നിന്ന് നിത്യതയിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവസന്നിധിയിൽ കീർത്തനങ്ങൾ ആലപിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജീവിതയാത്രയിലും പ്രതിസന്ധികളിലും ഞങ്ങൾക്ക് സഹായമായിരിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗെത്സമനിൽ രക്തം വിയർത്ത നാഥനെ ആശ്വസിപ്പിച്ച മാലാഖമാരെ,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബലഹീനതയിൽ ഞങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിരുമുൻപിൽ പ്രാർത്ഥിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണസമയത്ത് ഞങ്ങൾക്ക് സഹായമായിരിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അന്ത്യവിധി നാളിൽ യേശുവിനോടൊപ്പം മഹത്വത്തിൽ എഴുന്നള്ളുവാനിരിക്കുന്ന മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അവർണ്ണനീയമായ അങ്ങേ പരിപാലനയാൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി മാലാഖമാരെ അയക്കാൻ അങ്ങേ തിരുമനസ്സായല്ലോ. അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ എപ്പോഴും അവരുടെ ആശ്രയത്തിൽ ജീവിക്കുന്നതിനും നിത്യമായി അവരോടുകൂടെ മോക്ഷത്തിൽ ജീവിച്ചു വാഴുന്നതിനും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവാധിനാഥേനാം ദൈവത്തിൻ ദൂതനെ, പരിശുദ്ധ മിഖായേൽ താതാ, ആശ്രയം തേടുന്നിൻ ഭക്തരാ ഞങ്ങളെ അലിവോടെ കേട്ടുകൊണ്ടാലും, ഞങ്ങളെ അലിവോടെ കേട്ടുകൊണ്ടാലും. ദൂതരിൽ ഉന്നത സ്ഥാനിയായി മേവുന്ന നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. അശരണർക്കെന്നും ആലംബമേകേണേ നിൻ തിരുച്ചിറകിൻ്റെ കീഴിൽ, എന്നും നിൻ തിരുച്ചിറകിൻ്റെ കീഴിൽ. സത്യസഭയെ നിത്യവും രക്ഷിച്ചു കാക്കുന്ന സ്വർഗീയ ദൂത, അരികിൽ നീയുണ്ടെങ്കിൽ ഭയമില്ലാതെല്ലും തുണയായിടേണമേ നിത്യം. ഞങ്ങൾക്ക് തുണയായിടേണമേ നിത്യം. സർവാധിനാഥേനാം ദൈവത്തിൻ ദൂതനെ, പരിശുദ്ധ മിഖായേൽ താതാ, ആശ്രയം തേടുന്നിൻ ഭക്തരാ ഞങ്ങളെ അലിവോടെ കേട്ടുകൊണ്ടാലും, ഞങ്ങളെ അലിവോടെ കേട്ടുകൊണ്ടാലും.